പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറയുന്ന ഒരു വചനമാണ് വെളിച്ചത്തെക്കുറിച്ച്. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകം, ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം, അവിടെയും ദൈവം സൃഷ്ടിക്കുന്ന ആദ്യത്തെ കാര്യം ആകാശം സൃഷ്ടിച്ചത്, അതിനുശേഷം രണ്ടാമത് ചെയ്തത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. ദൈവം അരുളി ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ നമ്മൾ വചനം വെളിച്ചമാണ്. നമ്മുടെ സിലബസിൽപ്പെട്ടൊരു കാര്യമാണ്. ഞായറാഴ്ച ആചരണം നമ്മുടെ സിലബസാണല്ലോ. ഇനി കുർബാന സ്വീകരണം, കുംഭസാരം, പിന്നെ അടുത്ത് വരുന്നൊരു കാര്യമാണ് വചനം പഠിക്കണം. കാരണം മറിയം ഉള്ളിൽ സ്വീകരിച്ചത് വചനമാണ്. ഈ വചനം ആണ് മറിയത്തിലെ വലിയ ഫലദായകമായി മാറിയത്, ഈശോ അല്ലെ ഉരുവായി മാറിയത്. അപ്പോൾ ഈ യോഹന്നാന് കൊടുത്തതും വചനമുള്ള മറിയത്തെയാണ് കൊടുത്തത്. വചനമുള്ള മറിയം, വചനം ഈശോയാണല്ലോ. അപ്പോൾ നമുക്ക് വചനം പഠിക്കാനായിട്ടുള്ളൊരു കൃപ. എനിക്കറിയാം കുറേ പേർക്ക് വചനം അറിയില്ല. ഈ കുർബാനയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം പോലും അറിയില്ല, കുംഭസാരത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാത്തത്. നേരെ ചൊവ്വേ നമ്മൾ പണ്ട് കാറ്റഗിസം പഠിച്ചിട്ടില്ല, പിന്നെ ഇതേക്കുറിച്ച് വലിയ പ്രബോധനങ്ങൾ നൽകപ്പെടുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സഹതാപമാണ് നിങ്ങളോട്. അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഒരു വചനം പഠിച്ചു നോക്ക്. വചനം നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമായി മാറും, പ്രകാശം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അന്ധകാരമുണ്ടെന്ന് കരുതിക്കോ, കുഞ്ഞില്ലാത്ത സങ്കടം, മദ്യപാനം എന്നൊരു തിന്മ, ജോലിയില്ലാത്ത സങ്കടം, കടബാധ്യത, ഇങ്ങനെ ഒരു അന്ധകാരം പോലൊരു സംഭവം ഉണ്ടെങ്കിൽ വചനം കയറിയാൽ അതൊക്കെ പ്രകാശിക്കും, ഇരുളൊക്കെ മാറിപ്പോവും. ഈ കുർബാന അർപ്പണ സമയത്ത് അങ്ങനെ വചനം കൊണ്ട് നിറയുന്ന, പ്രകാശം കൊണ്ട് നിറയുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകളെല്ലാം തുറക്കപ്പെടാൻ, ഇരുണ്ടുപോയ മേഖലകളെല്ലാം വെളിച്ചത്തിലേക്ക് വരാൻ, അങ്ങനൊരു അനുഭവം, ഒരു വലിയൊരു വെളിച്ചം വന്ന് നിറയുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിൽ ദിവ്യകൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങ് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇസ്രായേലിന്റെ പുസ്തകത്തിൽ നിന്ന് ജെറമിയായിലൂടെ കർത്താവ് അരുൾ ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദയായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദയായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിന് വേണ്ടി സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദയായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട്
ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവന് നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, പ്രധാനമായും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വളരെ പ്രകടമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വിത്തിൻ്റെ ഉപമ. ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ദീപം, വചനം ദീപമാണ്, അതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം അത് നമ്മൾ കേൾക്കുന്നത്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ദീപം മറച്ചു വയ്ക്കരുത്. എന്തുകൊണ്ടായിരിക്കാം വിത്ത് വചനമാണ് ആ കഥ പറഞ്ഞിട്ട്, ആ ഉപമ പറഞ്ഞിട്ടും ദീപം മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞത്? ഉള്ളിൽ വചനം സ്വീകരിക്കുക, അതെല്ലാവരും അറിയട്ടെ. വചനം പഠിക്കുകയും വചനം മനസ്സിലാക്കുകയും ചെയ്യണം. വചനം മൂടി വയ്ക്കാനുള്ളതല്ല. ഉള്ളിൽ കിട്ടിയ ദൈവിക ചൈതന്യം, ഈശോയുടെ സാന്നിധ്യം, അതിനെ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആമുഖത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം രണ്ടാമത് സൃഷ്ടിച്ചത് വെളിച്ചമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹം വചനത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയണം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. നാലാമത്തെ വചനം യോഹന്നാൻ 1:4, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വചനത്തെക്കുറിച്ച് സങ്കീർത്തനം 119, അത് വചനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ഒത്തിരി വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ്, ദീർഘമായിട്ടുള്ള സങ്കീർത്തനമാണ് സങ്കീർത്തനം 119. അവിടെ 2 തവണ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ് 105-ാമത്തെ വചനം, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി 119-ാം സങ്കീർത്തനം തന്നെ 130-ാമത്തെ വചനം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. അപ്പം ദീപം മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ സുവിശേഷം അത് ടൈറ്റിൽ നൽകുമ്പോഴും യോഹന്നാനെക്കുറിച്ച്, സ്നാപക യോഹന്നാനെക്കുറിച്ച് ഈശോ പറയാം, അവൻ ഒരു വിളക്കായിരുന്നു, കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു. അതായത് വെളിച്ചം ദൈവമാണ്, ഈശോയാണ്, അത് കത്തിച്ച് വയ്ക്കുന്നൊരു വിളക്ക്, അതാണ് സ്നാപക യോഹന്നാൻ. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വിളക്ക് ആകേണ്ടവരാണ്. കർത്താവിൻ്റെ വിളക്ക്, അവിടെ ദീപം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കേണ്ടവർ, നമ്മളത് ദീപം മറച്ചു വയ്ക്കരുത്. അതാണ് വചനം പറയുന്നത്, ദീപം മറച്ചു വയ്ക്കരുത്. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു പ്രകാശം പോലെ കത്തിജ്വലിക്കേണ്ട നമുക്ക് ആവശ്യ നേരത്ത് മാത്രം കർത്താവ്, ചില നേരം നമ്മൾ
ഈ കർത്താവാകുന്ന വെളിച്ചത്തെ ഉയർത്തിപ്പിടിക്കാത്തവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ദുരാചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചരട് കെട്ടുക, തൂവാല കെട്ടുക, താഴ്ട്ട് പൂട്ടുക, ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ, കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ വെളിച്ചമായ ഈശോ, അത് കത്തിച്ച് പിടിക്കേണ്ട വിളക്കാകേണ്ട നാം കുറച്ചു നേരം ആ വിളക്ക് അണച്ചു വയ്ക്കുന്നു. പള്ളി വരുമ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുന്നു. നമ്മൾ സിംബോളിക്കായിട്ട് അങ്ങനെയല്ലേ, അതേ വിളക്ക് തിരി കത്തിച്ച് വെച്ചു, കുടുംബപ്രാർത്ഥന സമയത്ത് തിരി കത്തിച്ച് വെക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളാകുന്ന വിളക്ക്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമുക്ക് അങ്ങനെ ഒരു ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ പറയുന്നില്ല, കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കർത്താവിനിങ്ങനെ മൂടി വെച്ച കണക്കാം, പീഠത്തിനടിയിൽ വെച്ച കണക്കാം. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കർത്താവിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടോ? കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തല്ലേ പലപ്പോഴും മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ്. അപ്പോൾ ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. നമ്മളിങ്ങനെ വിതക്കാരൻ വിതയ്ക്കാൻ പോയി, വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്, അതൊന്നും നല്ല ഫലം പുറപ്പെടുവിച്ചില്ല, ഒട്ടും തന്നെ ഫലം പുറപ്പെടുവിച്ചില്ല. പക്ഷെ നല്ല നിലത്ത് വീണ വിത്ത് നല്ല ഫലം പുറപ്പെടുവിച്ചു. അപ്പം ഈ വചനം നമ്മുടെ ഉള്ളിലുള്ള വഴിയരികിൽ വീണതുപോലെയുള്ള അവസ്ഥയാണെങ്കിൽ, പാറപ്പുറത്ത് ഉള്ളിലേക്കൊരു കാമ്പില്ലാത്തതുപോലെയാണെങ്കിൽ, ഉള്ളിലേക്ക് വേറിറങ്ങാത്തതുപോലെയാണ്, പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നവരാണെങ്കിൽ, ഇനി ബലഹീനതകൾ, തഴക്കദോഷങ്ങൾ, പാപങ്ങൾ, അങ്ങനെയുള്ള ചില മുൾച്ചെടികൾ നമ്മൾക്കുണ്ടെങ്കിൽ, ഈശോയെ ഞെരുക്കിക്കളയുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, ഈ വചനമാകുന്ന പ്രകാശം മുള്ളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അതാണ് വചനം പറയുന്നത്. ഇന്നത്തെ ഈ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമായിട്ട് പറയുന്നത്, ഇന്നത്തെ സുവിശേഷം ലൂക്ക 8:18, ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടും. ഇത് എല്ലാ സുവിശേഷത്തിലും ഇത് പറയപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിയുമ്പോൾ ദീപത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷേ ഈ വചനം പറയുന്നുണ്ട്. ഈ വചനം 3 സുവിശേഷകരും, മത്തായി, മർക്കോസ്, ലൂക്ക, ഇവർ ഈ വിതക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്ന വചനമാണ് ഇത്. ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടും. അത് പല രീതിയിലാണിത് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ അത് 13-ാം അധ്യായം അത് 12-ാമത്തെ വാക്യത്തിൽ ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടും. വചനത്തെക്കുറിച്ച് നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷകൻ യോഹന്നാൻ സുവിശേഷകനാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ ഉള്ളിൽ വചനമുണ്ട്, അല്ല, സുവിശേഷകരുടെ ഉള്ളിൽ വചനമുണ്ട്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇനി മറിയത്തിൻ്റെ ഉള്ളിൽ വചനമുണ്ട്. അതുകൊണ്ടാണല്ലോ മറിയം പറഞ്ഞ, ഇതാ കർത്താവിന് ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ വചനം എന്ന് നിറവേറ്റ. അപ്പം തന്നെ ഈശോ ഉള്ളിൽ ഉരുവായി. അപ്പം മറിയത്തിൻ്റെ ഉള്ളിൽ പിന്നെ പ്രകാശമുണ്ടായി. അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ മറിയത്തിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം കടന്നു കയറി, അങ്ങനെ കുഞ്ഞ് ഉദരത്തിൽ കുതിച്ചു ചാടത്തക്ക വിധത്തിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടായി. അതാണ്. ഇനി കുരിശിൻ ചവിട്ടി നിന്നപ്പോൾ വചനമുള്ള യോഹന്നാന്, ഈശോയുടെ വക്ഷസിൽ ചാരിക്കടന്ന് ഈശോയുടെ ഒട്ടിച്ചേർന്ന് നടന്ന യോഹന്നാന് വചനമുള്ള മറിയത്തെ കൂടി കൊടുത്തു. ഒന്നോർത്തേക്ക്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. അത് കൃത്യമായില്ലേ? വചനമുണ്ട്, യോഹന്നാന് വചനമുണ്ട്. വചനം അത് വചനമുള്ള മറിയത്തെ കൂടി കൊടുത്തു. അതാണ്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. നമുക്കപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു വചനമെങ്കിലും അറിയാവുന്നവരൊന്ന് കരമുയർത്താവോ? ഏതെങ്കിലും ഒരു വചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല, അതെങ്കിലും അറിയാവുന്നവരില്ലേ? അപ്പോൾ വചനം നമ്മൾ പഠിക്കണം. വചനം പഠിച്ചാൽ നിങ്ങളുടെ തന്നെ വഴി നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വചനം പഠിച്ചു നോക്കും. ഒരു വചനം പഠിച്ചാൽ അടുത്ത വചനം പഠിക്കാനുള്ള കൃപ ആ പഠിച്ച വചനത്തിൽ നിന്ന് കിട്ടും.
ഞാനിങ്ങനെ വൈദികനായിട്ട് 16 വർഷമായി. അപ്പോൾ ഞാൻ രൂപതാ വൈദികനാണല്ലോ. അപ്പോൾ സന്യസ്ത വൈദികരാണ് പൊതുവെ ഇങ്ങനെ വചന ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരെയാണ് പല നൊവേന സെൻറ്ററുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിക്കുന്നത്, ആരാധന നടത്താനും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്താ രൂപതാ വൈദികരെയൊക്കെ ഒന്നും അങ്ങനെ വിളിക്കാത്തത്? അപ്പോൾ അവർക്കെന്താ, അവർ വചനമൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനും വചനം പഠിക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, ഒരു വചനം ഇങ്ങനെ ഓരോ വചനം പഠിക്കുമ്പോഴും അടുത്ത വചനം പഠിക്കാനുള്ള കൃപ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു വചനം പഠിച്ച് തുടങ്ങൂ, ഒരു വചനം പഠിച്ച് തുടങ്ങൂ. ഇപ്പോൾ 23-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് എളുപ്പമല്ലേ? വേണമെങ്കിൽ ഒരു പാട്ടുരൂപത്തിൽ പഠിച്ചു നോക്കൂ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വെറുതെ പഠിച്ചു നോക്ക്. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, കർത്താവാണല്ലോ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ട്, എനിക്കാകെ കുറവേ ഉള്ളൂ. പക്ഷേ ഈ വചനം അങ്ങനെയാണല്ലോ പറയുന്നത്, ഞാൻ ഈ വചനം പഠിക്കണം, നീ ഈ വചനം എനിക്ക് സാധിച്ചു തരണം എന്ന് പറഞ്ഞു നോക്കൂ. ചിലപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചുരുളഴിഞ്ഞു വരും, കെട്ടുകളൊക്കെ മാറിപ്പോവും, ഓരോ വഴി ഇങ്ങനെ തുറക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പം വൈവാഹിക ദോഷമുള്ളവരും കുടുംബത്തിൽ കല്യാണം നടക്കാത്തവരും അവർക്കൊരു വചനം പഠിക്കാവുന്നതാണ്. കാരണം എവിടെയോ ഉള്ളൊരു പാർട്ട്ണറിനെ നമുക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല, ദൈവം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അതിലും ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം വാക്യം, ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവീക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ, അതായത് ജ്ഞാനം, എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്ന ദൈവിക ജ്ഞാനമേ, എനിക്ക് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഇനിയും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, അവർക്ക് പലർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ പറയാൻ പോകുന്ന വചനം അറിയില്ല, അത് കഷ്ടമാണ്. സങ്കീർത്തനം 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാ കർത്താവേ, എന്നെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ച കർത്താവേ, കുടുംബജീവിതത്തിൻ്റെ 2-ാം ഘട്ടമായ സൃഷ്ടികർമ്മത്തിൽ എന്നെ പങ്കുചേർപ്പിക്കുകയും എനിക്കൊരു സമ്മാനമായി ഒരു കുഞ്ഞിനെ നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനിയും ജോലിയില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനമാണ് റോമ 9:16. റോമ 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ എനിക്ക് സ്ഥിരവരുമാനമുള്ള ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനി പഠന ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് ബേസിക്കായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കും വലിയ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പഠിക്കാവുന്നൊരു വചനമാണ് ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഈശോയുടെ ചൈതന്യം എനിക്ക് നൽകണമേ. അങ്ങനെ ഈശോയെ വളർത്തി പഠിപ്പിച്ച പരിശുദ്ധമ്മേ, എന്നെയും വളർത്തണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനി മദ്യപാനം ചിലപ്പോൾ ചില ആളുകൾക്ക് മാറ്റണമെന്നുണ്ട്, പക്ഷേ മദ്യാസക്തി പിന്നെയും പിടികൂടും. അതുകൊണ്ട് അതൊരു കെട്ടുപോലെ കിടക്കുകയാണ്. അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക് പ്രാർത്ഥിക്കാം. റോമ 16:20, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ കർത്താവെ, മദ്യപാനാസക്തി മാറ്റിത്തരണമേ, വിട്ടുമാറട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനി എപ്പോഴും ഒരു അസ്വസ്ഥത, ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കുന്നു, കൂടോത്രം, മന്ത്രവാദം, അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ വിചാരിക്കാത്തൊരു തിന്മയുടെ അരൂപി നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വചനമാണ് സക്കറിയ 9:8, ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് അവരെ രക്ഷിക്കും, ഒരു മർദ്ദകനും അവരെ കീഴടക്കിയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ തിന്മയുടെ ശക്തികളെ കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഇനി എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരും അവർ പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമാണ്, ഈശോയുടെ ശരീരം മുഴുവൻ സൗഖ്യമാണ്. അതുകൊണ്ടാണ് ലൂക്ക 6:19, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. അപ്പം വീട്ടിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ റിയൽ പ്രസൻസ് ആണ്.
പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഈശോയെ, എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധ കുർബാന ആകുന്ന ഈശോയുടെ സാന്നിധ്യം കടന്നു പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന രോഗിക്ക് അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിക്കാം. ഇനിയും സൗഖ്യത്തിൻ്റെ മാലാഖയാണ് റഫായേൽ മാലാഖ. ഈ ഗബ്രിയേൽ മാലാഖ ഈശോയുടെ അടുക്കൽ മാതാവിൻ്റെ അടുക്കൽ വന്നതുപോലെ, ഈശോയെക്കുറിച്ചുള്ള മംഗളവാർത്ത പറയാൻ മാതാവിൻ്റെ അടുക്കൽ വന്നതുപോലെ റഫായേൽ മാലാഖയെ എൻ്റെ അടുക്കൽ അയക്കണമേ. നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, ഹൈന്ദവ മതത്തിൽ അവർ കുഞ്ഞിനെ പേര് ഇടുമ്പോൾ അപ്പൻ കൊച്ചിൻ്റെ ചെവിയിൽ 3 പ്രാവശ്യം പേര് പറയും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതുപോലെ ഈ റഫായേൽ മാലാഖയോട് വരാൻ പറയണം. നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ റഫായേൽ മാലാഖയോട് രോഗിയുടെ അടുക്കൽ വരാൻ പറഞ്ഞിട്ട് സൗഖ്യത്തിൻ്റെ വചനദൂത്, പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, അതിങ്ങനെ ആവർത്തിച്ച് പറയണമേ. ഓ റഫായേൽ മാലാഖയെ, എൻ്റെ അടുക്കൽ വരണമേ, സൗഖ്യത്തിൻ്റെ വചനദൂത്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, പുറപ്പാട് 15:26 എൻ്റെ ചെവിയിൽ ആവർത്തിച്ച് പറയണമേ. അത് കേട്ട് എനിക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഇനിയും പരിശുദ്ധാത്മാവിനെപ്പോഴും പ്രാവിൻ്റെ രൂപത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. മലാക്കി പ്രവചനം 4-2 വാക്യം, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അത് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ചിന്തിക്കാവുന്നൊരു വചനമാണ്. ചിറകുള്ളതാർക്കാണ്? പ്രാവിനും. അപ്പോൾ പ്രാവിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവെ, പ്രാവിൻ്റെ രൂപത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന, ICUവിൽ കിടക്കുന്ന ഒരാളുടെ കിടക്കയുടെ മീതെ തലങ്ങും വിലങ്ങും പറക്കണമേ, സൗഖ്യത്തിൻ്റെ ചിറക് വിരിച്ച് പറക്കണമേ, സൗഖ്യം കൊടുക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? അങ്ങനെ എത്ര സുന്ദരമായിട്ട് നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പല മേഖലകളും തുറക്കപ്പെടും. പല അന്ധകാരാവൃതമായ മേഖലകളെല്ലാം പ്രകാശം കൊണ്ട് നിറയും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നമ്മൾ വചനം പഠിക്കേണ്ടവരാണ്. നമ്മുടെ സിലബസിലുള്ള കാര്യമാണ്. നമ്മുടെ സിലബസ് എന്താണ്? ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, വചന വായന, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൽപ്പനകൾ പാലിക്കൽ. ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽപ്പെട്ട കാര്യമാണ് വചനം പഠിക്കുക എന്നത്. ആ സിലബസ് പഠിക്കാതെ, സിലബസ് എല്ലാം ഫോളോ ചെയ്താൽ അവസാനത്തെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. സിലബസ് ഫോളോ ചെയ്യണം, വചനം പഠിക്കണം. വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, വചനം കൊണ്ട് നിറയാനും പരിശുദ്ധാത്മാവിൽ നിറയാനും ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പവും വീഞ്ഞുമായി നാഥാ ഞങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ, ഞങ്ങൾ തന്നർച്ചന സ്വീകരിക്കൂ, നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാഥാ ഞങ്ങൾ, മുന്തിരി നീരിതു നിന്റെ രക്തമായി, നവ്യമാമപ്പം നിൻ പൊന്മേനിയായി, മുന്തിരി നീരിതു നിന്റെ രക്തമായി, നവ്യമാമപ്പം നിൻ പൊന്മേനിയായി, മാറിടുമ്പോൾ നാഥ നിൻ കനിവാൽ തീർത്തിടൂ ഞങ്ങളെ നിൻ സ്വന്തമായി. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തരുനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് ജനത്തിൻ്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമേ. വിശ്വാസത്തിൻ്റെ ഭക്തിയാൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത് അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു.
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജമെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ലാറ്റിൻ ക്രമത്തിൽ വിടുതൽ പ്രാർത്ഥനയാണ് ഉടനെ ചൊല്ലാൻ പോകുന്നത്. അത് പലർക്കും അറിയില്ല, പക്ഷെ കുർബാന മധ്യയുള്ള വിടുതൽ പ്രാർത്ഥനയാണ്, മുക്തി പ്രാർത്ഥനയാണ്. തടസ്സങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശയാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.